മുണ്ടത്തിക്കോട്ടെ പടക്കപ്പുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തെക്കുറിച്ച് പെട്രോളിയം ആൻഡ് എക്സ്പ്ലസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ നടത്തുന്ന നിരീക്ഷണങ്ങൾ ഗൌരവകരമായ ചില സൂചനകളാണ് നൽകുന്നത്. അന്തരീക്ഷത്തിലെ ചൂട് മാത്രം ഇത്തരമൊരു സ്ഫോടനത്തിന് കാരണമാകില്ലെന്നും ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്നുമാണ് അവരുടെ നിലപാട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന പൂർത്തിയാകുന്നതോടെ മാത്രമേ സ്പാർക്ക് ഉണ്ടായത് എവിടെ നിന്നാണെന്ന് കൃത്യമായി പറയാനാകൂ. സ്ഫോടനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവിക കാരണങ്ങളുണ്ടോ എന്നതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ദുരന്തത്തിൽ തിരിച്ചറിഞ്ഞ 9 മൃതദേഹങ്ങളിൽ 8 പേരുടെയും ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. അവസാന യാത്ര ചൊല്ലാൻ പോലും കഴിയാത്ത വിധം വികൃതമായ മൃതദേഹങ്ങൾ കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാട് മുഴുവൻ. കാണാതായവരെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീങ്ങാൻ DNA പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പടക്ക നിർമ്മാണ മേഖലയിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെക്കുറിച്ചും അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പാലക്കാട് മുതലമടയിലെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. തൃശൂർ പൂരത്തിനായി പാറമേക്കാവിന് വേണ്ടി വെടിക്കെട്ട് നടത്തുന്നത് ഇവരാണ്. പാലക്കാട് കലക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാറാണ് നടപടി സ്വീകരിച്ചത്. കോട്ടയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം നിലവിൽ പോലീസ് കാവലിലാണ്. ലൈസൻസുകൾ നൽകുന്നതിലും പരിശോധനകൾ നടത്തുന്നതിലും ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഉദാസീനത കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് പല വെടിക്കെട്ട് പൂരങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉയർത്തിയ വിമർശനം ഭരണകൂടത്തിനുള്ള താക്കീതാണ്. വെടിക്കെട്ടുകളിൽ ശബ്ദത്തിനും വീര്യത്തിനും അമിത പ്രാധാന്യം നൽകുന്നത് നിരോധിക്കണം. മുണ്ടത്തിക്കോടിന്റെ മണ്ണിൽ വീണ ഈ ചോരക്കറ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് കേരളം.